ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CLF കട്ട് ഓഫിലെ കറന്റ് ആസ്തികൾ നൽകാൻ പോകുന്നു. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കറന്റ് ആസ്തികൾ, സ്ഥിര ആസ്തികൾ, ഇക്വിറ്റി, ലൈബ്രറി, വരുമാനം, ചെലവ് എന്നിവ നൽകണം. ഈ ടാബിൽ നിങ്ങളുടെ CLF, കറന്റ് ആസ്തികളുടെ ഡാറ്റ ഓരോന്നായി നൽകണം. ഇവിടെ മറ്റ് അഡ്വാൻസ്, CMDCക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അംഗത്തിനുള്ള അഡ്വാൻസ് SHG, WOAക്കുള്ള അഡ്വാൻസ് എന്നീ രണ്ട് ഓപ്ഷനുകളും നൽകിയിരിക്കുന്നു. നിങ്ങളുടെ CLFൽ SHG അംഗങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ SHGയുടെയും കറന്റ് ആസ്തി എൻട്രി നടത്തണം. WO നിങ്ങളുടെ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് അത് WOയിൽ കാണാൻ കഴിയും. അപ്പോൾ രണ്ട് ഓപ്ഷനുകളും നൽകിയിരിക്കുന്നു, രണ്ടിനും ഒരേ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അത് മെമ്പർ SHG, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഫണ്ട്, മറ്റ് അഡ്വാൻസ് ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ട് എന്നിവയിലേക്കുള്ള അഡ്വാൻസിലാണ്. അതുപോലെ നിങ്ങൾ WOയിൽ എൻട്രി നടത്തണം. ഇവിടെ ഒന്നാമതായി നമുക്ക് ഒരു സീറ്റ് സൃഷ്ടിച്ചിരിക്കുന്നു. ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും നൽകുന്നതിനുള്ള ടാബുകൾ നമ്മൾ കാണുന്നു. ബാങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക നൽകേണ്ടതുണ്ട്. നിങ്ങൾ ബാങ്ക് തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ കട്ട് ഓഫ് ഷീറ്റിൽ ബാങ്ക് ബാലൻസ് നൽകണം. ഞങ്ങളുടെ കട്ട് ഓഫ് ഷീറ്റിൽ 2,30,000 രൂപയുണ്ട്. ഞങ്ങളുടെ കട്ട് ഓഫ് മീറ്റിംഗ് തീയതിയായതിനാൽ ബാലൻസ് തീയതി 2024 മാർച്ച് 31 നിങ്ങൾ എടുക്കണം. ഞങ്ങൾ അത് സംരക്ഷിക്കും. ഞങ്ങൾ ഡാറ്റ സേവ് ചെയ്തുകഴിഞ്ഞാൽ വിശദാംശങ്ങൾ സേവ് ചെയ്യുന്നത് തുടരുന്നതിനാൽ ഞങ്ങളുടെ വിശദമായ സംഗ്രഹവും അതോടൊപ്പം ലഭിക്കും. ഇപ്പോൾ നമ്മൾ ബാങ്ക് ബാലൻസ് ചേർത്തു, അതിനാൽ ഇവിടെ ഒരു എൻട്രി ദൃശ്യമാകും. നമുക്ക് തിരികെ പോകാം. നമുക്ക് ഒരിക്കൽ കൂടി നിലവിലെ ആസ്തികളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് കാണാം. നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ക്ലിക്ക് ചെയ്ത് നൽകുക. എന്റെ കയ്യിൽ 5,000 രൂപ പണമുണ്ട്. മാർച്ച് 31 വരെയാണ് ഞങ്ങളുടെ സമയപരിധി. മാർച്ച് 31 വരെയുള്ള ബാക്കി തുക ഞങ്ങൾ എടുക്കുന്നു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ സേവ് ചെയ്യപ്പെടും. ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരികെ പോകാം. ഈ രീതിയിൽ നിങ്ങൾ കട്ട് ഓഫിൽ നിലവിലെ ആസ്തികൾ നൽകും. നിങ്ങൾ എത്ര തുക നൽകിയാലും അത് ഇവിടെ വശത്ത് കാണാം. നന്ദി.